ഹായ്, നമസ്കാരം. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാനിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ തൃശ്ശൂരിന്റെ സ്വന്തം പൂരപ്പൊടിയാണ് കേട്ടോ. അതായത് നിങ്ങളുടെ അവലോസ് പൊടി എന്നും പറയും, പൂരപ്പൊടി എന്നും പറയും. നമ്മൾ തൃശ്ശൂർക്കാരെ എപ്പോഴും പൂരപ്പൊടി എന്നാണ് പറയാറ്. പൂരങ്ങളുടെ നാടായതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, എന്താ റീസൺ എനിക്ക് അത്ര കൃത്യമായിട്ട് അറിയില്ലെങ്കിലും പൂരത്തിന്റെ സമയത്തും പൂയത്തിന്റെ സമയത്തൊക്കെയാണ് നമ്മൾ കൂടുതൽ അവലോസ് പൊടിയൊക്കെ വീട്ടിലുണ്ടാക്കുക. അവലോസ് പൊടി എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് പഴയ ഓർമ്മകളാണ് വരുന്നത്. അതായത് നമ്മളെ വീടുകളിലൊക്കെ അവലോസ് പൊടി പണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരുന്നതാണ്. ഇപ്പോഴാണ് അധികം പേരൊന്നും ഉണ്ടാക്കാത്തത്. എൻ്റെ അച്ഛന് ഭയങ്കര ഇഷ്ടമായിരുന്നു അവലോസ് പൊടി. അപ്പം അച്ഛൻ ബോംബെയിൽ നിന്ന് നാട്ടിലേക്ക് വരുന്ന സമയത്ത് അമ്മ കുറേ അവലോസ് പൊടി ഉണ്ടാക്കി അച്ഛൻ പോകുമ്പോൾ തിരിച്ചു പോകുമ്പോൾ കൊടുത്തു വിടാറുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഡിണ്ടികളിൽ പഠിക്കുന്ന സമയത്ത് അമ്മ തന്നുവിട്ടിരുന്ന പലഹാരങ്ങളിൽ ഒന്നായിരുന്നു അവലോസ് പൊടിയും അവലൊക്കെ കഴിച്ചിട്ടാണ് ഞാൻ എൻ്റെ ജീവൻ നിലനിർത്തിക്കൊണ്ടിരുന്നിരുന്നത് ആദ്യകാലത്ത് ഡിണ്ടികളിൽ. പിന്നെ നമ്മൾക്ക് തമിഴ് ഭക്ഷണമൊക്കെ യൂസ് ചെയ്യപ്പോൾ കുഴപ്പമില്ല. നമ്മുടെ പൂരപ്പൊടീനെ അങ്ങനെ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. പിന്നെ മാത്രമല്ല, നമ്മൾ കഴിക്കുന്നേക്കാളും കൂടുതൽ നമ്മുടെ അമ്മ പഴവും പഞ്ചസാരയൊക്കെ ഇട്ട് കുഴച്ച് ഓരോ ഉരുള നമ്മുടെ വായിൽ വെച്ച് വരുമ്പോൾ ആ ടേസ്റ്റ് നമ്മൾ സ്വന്തം കഴിച്ചു കഴിഞ്ഞാൽ കിട്ടില്ല അല്ലേ? അപ്പോൾ എന്താ പറയാ, അതൊന്നും തിരിച്ചു കിട്ടാത്ത നല്ല കാലങ്ങളാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ മക്കൾക്കും കൂടെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കണം നമ്മുടെ സ്വന്തം പൂരപ്പൊടീനെ, അതായത് അവലോസ് പൊടീനെ. അപ്പോൾ ഒരുപാട് ക്വാണ്ടിറ്റിയിൽ ചെയ്യുമ്പോഴാണ് നമുക്ക് ബുദ്ധിമുട്ട് ചെയ്യാൻ, ഒരുപാട് സമയം ഇളക്കേണ്ടി വരും. അതേസമയം ഒരു ഗ്ലാസ് അളവിൽ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. 30 മിനിറ്റ് കൊണ്ടാണ് ഞാൻ ഇന്ന് തയ്യാറാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ ഇന്ന് വീഡിയോയിൽ അരിന്ന് മാത്രം പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അത് സ്പെസിഫിക് ആയിട്ട് ഇത് പറയാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ പച്ചരിയാണ് ഉപയോഗിക്കുന്നത്, അതായത് വൈറ്റ് റൈസ് കേട്ടോ. ഉണ്ണിയപ്പത്തിനൊക്കെ എടുക്കുന്ന അരിയില്ല, സെയിം അരി തന്നെയാണ്. പച്ചരി 1 ഗ്ലാസ് കേട്ടോ. നിങ്ങളെല്ലാവരും തയ്യാറാക്കിയിട്ട് ഫേസ്ബുക്ക് വഴി ഫോട്ടോസൊക്കെ അയച്ചു തരിക, കമൻസും ഫീഡ്ബാക്ക് അറിയിക്കുക. അതേപോലെ തന്നെ ഷെയർ ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കരുത്. അപ്പോൾ ഒട്ടും താമസിയാണ്ട് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ സ്വന്തം പൂരപ്പൊടി തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട പൂരപ്പൊടി, അല്ലെങ്കിൽ ചിലവർ അവലോസ് പൊടി എന്ന് പറയാം, അവലോസ് പൊടി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. വളരെ ചെറിയൊരു എമൗണ്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. കാരണം ഒരുപാട് എമൗണ്ട് നമുക്കിപ്പോൾ എന്തായാലും ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇളക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കും. ചെറിയൊരു അളവിൽ കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കാൻ എളുപ്പമായിരിക്കും. ഇപ്പം നാട്ടിലാണെന്നുണ്ടെങ്കിൽ ഹെൽപ്പിനൊക്കെ ഒരുപാട് പേരുണ്ടാവും അല്ലേ? ഇപ്പം ഇവിടെ നമ്മൾ തന്നെ ഉണ്ടാവുള്ളൂ. ഒറ്റയ്ക്കൊക്കെ ആകുമ്പോൾ ഒരുപാട് നേരം ഇളക്കി എടുക്കേണ്ട ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ഇതുപോലത്തെ 240 ml ഗ്ലാസ്, നിങ്ങളുടെ കയ്യിൽ ഏത് ഗ്ലാസ് ആണെങ്കിലും ആ ഗ്ലാസ്സിൽ അരി എടുത്തിട്ട് ഒരു 3-4 മണിക്കൂർ കുതിർക്കാൻ വെക്കുക. അതിനുശേഷം നന്നായി കഴുകി വെള്ളം വാലാൻ വെച്ചിരിക്കുന്ന അരിയാണിത്. ഇപ്പം ഇതിൻ്റെ വെള്ളം കംപ്ലീറ്റ് വാർന്നു പോയതിന് ശേഷം വേണം നമുക്ക് അരി പൊടിച്ചെടുക്കാൻ. നമ്മൾ പുട്ടുപൊടിയൊക്കെ ഉണ്ടാക്കില്ലേ, അതുപോലെ തന്നെ ഒരു 5 മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ കംപ്ലീറ്റ് വെള്ളം വാർന്നു പോകും. അതിനുശേഷം നമുക്കിത് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവറായിട്ട് അങ്ങ് ഫൈനായിട്ട് മാറാൻ പാടില്ല. നമ്മൾ പുട്ടുപൊടിയുടെ പരുവത്തിൽ വേണം പൊടിച്ചെടുക്കാൻ. അതായത് ഇപ്പം 2 പ്രാവശ്യമായിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. നമ്മൾ വെള്ളം നന്നായി വാർന്നു പോയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് മിക്സിയുടെ വലിയ ജാർ എടുക്കുക, അതിലോട്ട് അരി ഇട്ട് കൊടുക്കുകയാണ്. 2 പ്രാവശ്യമായിട്ട് നമുക്ക് ചെയ്യാം, അതാണ് നല്ലത്. അപ്പോൾ മിക്സിയുടെ ജാറിൽ ഒട്ടും വെള്ളം ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. നന്നായി വെള്ളം വാർന്നിരിക്കുന്ന അരി ഇട്ട് കൊടുക്കുക. എന്നിട്ട് വിപ്പ് ചെയ്ത് എടുക്കുക. എന്നിട്ട് പൊടിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ഫൈനായിട്ട് പൊടിക്കാൻ പാടില്ല, പുട്ടുപൊടിയുടെ പരുവത്തിൽ പൊടിച്ചെടുക്കുക. അപ്പോൾ ഇടയ്ക്കൊന്ന് നിർത്തുക, എന്നിട്ട് ഈ സൈഡിൽ വന്നിരിക്കുന്ന അരിയൊക്കെ ഒന്ന് ഉള്ളിലോട്ട് ഇട്ട് കൊടുക്കുക, വീണ്ടും അടിക്കുക. അങ്ങനെ നമുക്ക് പൊടിച്ചെടുക്കാം കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ? അപ്പോൾ ഈ സൈഡിലൊക്കെ മുകളിൽ അരി വന്ന് കിടപ്പുണ്ട്, അതേസമയം താഴത്തെ ജസ്റ്റ് ഒന്ന് പൊടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സൈഡിൽ നിന്നുള്ള അരിയൊക്കെ നന്നായിട്ട് താഴേക്ക് എടുത്ത് ഇടണം. നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. താഴെ അരി പൊടിയാണ്ട് കിടപ്പുണ്ട്, മുകളിലും അരി പൊടിയാണ്ട് കിടപ്പുണ്ട്. അപ്പോൾ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോഴാണ് ഈവൻ ആയിട്ടുള്ള പൊടി നമുക്ക് പൊടിച്ചെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഇപ്പോൾ നല്ലോണം തരിയായിട്ടാണ് ഇരിക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ ഈ സൈഡിലുള്ളതും നമുക്ക് നന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പണ്ടത്തെ കാലത്ത് മിക്സി ഒന്നും ഇല്ലാത്ത കാരണം ഈ ഉരുളിലാണ് പണ്ടത്തെ അമ്മമ്മമാരൊക്കെ ഇത് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഇപ്പം നല്ല ജീവിതം സുഖകരമായി, എളുപ്പമായി, എല്ലാ കാര്യങ്ങളും നമുക്ക് എപ്പോൾ വിചാരിച്ചാലും എന്ത് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ. അപ്പോൾ ഇതും ഇതേപോലെ തന്നെ നന്നായിട്ട് അങ്ങ് പൊടിച്ചു കൊണ്ടുവരട്ടെ കേട്ടോ. അപ്പോൾ ഞാനതിൻ്റെ കൺസിസ്റ്റൻസി ശരിക്കും കാണിച്ചു തരാം. അപ്പോൾ ഇത് പൊടിഞ്ഞതിന് ശേഷം ഇതാ ഇപ്പം നമ്മുടെ പൊടി നന്നായിട്ട് അത്യാവശ്യത്തിന് പൊടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതേസമയം ഭയങ്കര ഫൈനായിട്ടുമല്ല, നമുക്ക് തൊടുമ്പോൾ ചെറിയൊരു തരി ഫീൽ ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ കണ്ടിന്യൂസ് ആയി അടിക്കാൻ പാടില്ല ഇതൊരിക്കലും. എപ്പോഴും ഇടയ്ക്കൊന്ന് നിർത്തുക, അതൊരു 20 സെക്കൻഡ് അടിക്കുക, നിർത്തുക, എന്നിട്ട് നന്നായിട്ട് സൈഡിൽ നിന്നൊക്കെ ഉള്ളിലോട്ടാക്കി കൊടുക്കുക. പിന്നെ ഇതേപോലെ തന്നെ താഴത്തെ ഭാഗവും സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും അടിക്കുക. അങ്ങനെ അടിച്ച് ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ചെയ്ത് അടിക്കണം. കണ്ടിന്യൂസ് ആയി അടിക്കാൻ പാടില്ല, അതെപ്പോഴും ശ്രദ്ധിക്കുക. എന്നിട്ട് ഈ ഒരു ടെക്സ്ചറിൽ നമുക്ക് പൊടി കിട്ടണം. അപ്പോൾ ഞാൻ ക്ലോസപ്പ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്കിത് തൊടുമ്പോൾ നല്ല തരി ഫീലിംഗ് ഉണ്ട്. അതേസമയം ഓവറായിട്ട് തരിയല്ല, ഓവറായിട്ട് ഫൈനും അല്ല. ആ ഒരു കൺസിസ്റ്റൻസിയാണ് പൂരപ്പൊടിക്ക് വേണ്ടി ഉണ്ടാക്കിയെടുക്കുമ്പോൾ.
അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ മിക്സിയിൽ ചെയ്യുമ്പോൾ ട്രിക്കിയാണ്, പക്ഷെ സൂക്ഷിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള പൊടി നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പം നമുക്ക് ഇനി ഇതൊരു മുറത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ള പകുതി അരിയും കൂടി ഇതേപോലെ തന്നെ വിപ്പ് ചെയ്ത് അങ്ങ് പൊടിച്ചെടുക്കാം. നമ്മുടെ രണ്ടാമത്തെ ബാച്ചും റെഡി ആയിട്ടുണ്ട്. അതായത് മൊത്തത്തിൽ ഇപ്പം ഞാൻ ഒരു ഗ്ലാസ് പറഞ്ഞ പോലെ പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ബാക്കിയുള്ള പ്രൊസീജിയർ ചെയ്യാം. അപ്പോൾ ഒരു എന്തെങ്കിലും വിസ്താരമുള്ള പാത്രത്തിലോട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ മുറ ഉണ്ടെങ്കിൽ മുറ, ഒന്നും അല്ലെങ്കിൽ കുറച്ച് ന്യൂസ് പേപ്പർ വിരിച്ചിട്ട് അതിലോട്ടോ ഇതിട്ട് കൊടുക്കുക. ന്യൂസ് പേപ്പറിനേക്കാളും നല്ല ഇതുപോലെ തന്നെ പാത്രത്തിലായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് സൗകര്യമായിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മുറ ഞാൻ തിരഞ്ഞെടുത്തത് കേട്ടോ. എല്ലാവരുടെ അടുത്തും ചിലപ്പോൾ മുറൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു വിസ്താരമായിട്ടുള്ള ഒരു പാത്രത്തിലോട്ട് ഇതങ്ങ് ഇട്ട് കൊടുക്കുക. എന്താ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ഗ്ലാസ് നാളികേരം, അതാണ് അതിന്റെ കണക്ക്. ഇതിപ്പോൾ ഫ്രീസറിൽ നിന്ന് എടുത്ത് ഞാൻ ഓവനിൽ വെച്ച് 1.5 മിനിറ്റ് ചൂടാക്കിയിട്ടുള്ള ഒട്ടും തണുപ്പില്ലാത്ത നാളികേരാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് അല്പം ഉപ്പാണ്. ഉപ്പിന്റെ അളവ് എന്ന് പറഞ്ഞാൽ എപ്പോഴും സൂക്ഷിക്കുക, കാരണം ഇത് വറുത്ത് വരുമ്പോൾ അല്പം ഉപ്പ് കൂടും. അതുകൊണ്ട് അല്പം ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് മിക്സ് ചെയ്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു 1/4 ടീസ്പൂണോളം നല്ല ജീരകം. പെരുംജീരകം അല്ല, ക്യുമിൻ സീഡ്സ് ആണ് നല്ല ജീരകം, ഒരുപാടൊന്നും പാടില്ല. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1/4 ടീസ്പൂൺ എള്ളും ഒരുപാടൊന്നും പാടില്ല, 1/4 ടീസ്പൂൺ കറുത്ത എള്ള് കേട്ടോ. ചില സൈഡിൽ ചിലവര് കരിഞ്ജീരകം ഉപയോഗിക്കും. അതുപോലെ തന്നെ ചെറിയുള്ളി, ഒരു 3-4 ചെറിയുള്ളി അരിഞ്ഞിടുന്നവരുണ്ട്. പക്ഷെ ഞാൻ ചെറിയുള്ളി എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് എന്റെ വീട്ടിൽ ചെയ്യാത്തതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കരിഞ്ജീരകം ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. പക്ഷെ ഞാനിപ്പോ ഇവിടെ ജീരകവും സാധാരണ എള്ളും മാത്രം ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. നന്നായിട്ട് ഇത് എന്താ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിന്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് മിക്സിങ്ങും അതുപോലെ തന്നെ നമ്മൾ 1 മണിക്കൂർ ഇത് മാറ്റി വെക്കണം. അപ്പോൾ പണ്ടത്തെ കാലത്ത് ഇതൊരു വലിയൊരു ചടങ്ങ് തന്നെയായിരുന്നു. വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഫംഗ്ഷൻസോ, ഈ പൂയം, അതുപോലെ തന്നെ ഓണം, വിഷു, പിന്നെ എന്തെങ്കിലും കല്യാണ ആവശ്യങ്ങൾ അല്ലെങ്കിൽ പ്രസവം, അങ്ങനെ പല ആവശ്യങ്ങൾക്ക് നമ്മുടെ വീടുകളിൽ അമ്മാമ്മമാരും അമ്മായിമാരും എല്ലാവരും കൂടെ ഇരുന്ന്, എൻ്റെ വീട്ടിലേക്ക് എനിക്ക് ഓർമ്മ വരുന്ന ഒരു ഇതെന്ന് വെച്ചാൽ എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ, അതായത് അവരുടെ കൂടെ പങ്കുചേരാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം എൻ്റെ വീട്ടിലൊരു 3 മണി രാവിലെ തന്നെ അമ്മ വലിയമ്മയൊക്കെ ഇതേപോലെ തന്നെ വെള്ളത്തിലിടും അരി. എന്നിട്ട് ഒരു 3 മണിയാവുമ്പോൾ വെള്ളത്തിൽ നിന്നൊക്കെ ഊറ്റി വെച്ച് ഇതേപോലെ മിക്സ് ചെയ്തൊരു, ഞാനിന്ന് സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ ഇവർ ഇരുന്നിട്ട് ഒരു വലിയ പായൽ, പനമ്പായ എന്നൊക്കെ പറയത്തില്ലേ, പനമ്പായയിൽ ചുറ്റുകൂടി എല്ലാവരും സൈഡിലിരുന്ന് നടുവിൽ ഈ പനമ്പായ ഇതുപോലെ ഈ മിക്സും കൂടി ഇരുന്ന് ഇങ്ങനെ കയ്യിലിട്ട് ഇങ്ങനെ തിരുമ്പും. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കട്ടകൾ ഉടയാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ കയ്യിൽ ഇങ്ങനെ ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ മിക്കവാറും കട്ടകളൊക്കെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ മാറിക്കിട്ടും. അതെനിക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഭയങ്കര പ്രത്യേക ഒരു രസമല്ലേ അത്, എല്ലാവരും കൂടിയിരുന്ന് വർത്താനൊക്കെ പറഞ്ഞൊരു ജോലി ചെയ്യുമ്പോൾ അത് പ്രത്യേക ഒരു ഉത്സവത്തിന്റെ പ്രതീതി ഉണ്ടാക്കുന്ന ഒരു സംഭവമായിരുന്നു. ഇന്നത്തെ വീടുകളിലൊക്കെ അന്യം നിന്ന് പോകുന്ന ഒരു അവസ്ഥയാണ്. എൻ്റെ വീട്ടിലൊന്നും ഇപ്പൊ ഇത് ഉണ്ടാക്കാറേ ഇല്ല, പുറത്തുനിന്ന് വാങ്ങിക്കുന്നു എന്നല്ലാതെ. പണ്ടത്തെ നല്ല ഓർമ്മകളൊക്കെ വരും നമ്മൾ ഇങ്ങനത്തെ പണ്ടത്തെ ഐറ്റംസ് ഒക്കെ ചെയ്യുമ്പോൾ. ഇതുപോലെ നമ്മുടെ കുട്ടികൾക്ക് ഇതൊന്നും അറിയും കൂടില്ല. അപ്പോൾ കുഞ്ഞുങ്ങളും കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇവിടെ ഇപ്പോൾ പിള്ളേരില്ല, സ്കൂളിൽ പോയിരിക്കുന്ന കാരണം. പക്ഷെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ കുട്ടികളെ കൊണ്ട് ഇതുപോലെ ചെയ്യിച്ചു. അപ്പോൾ മാക്സിമം നമ്മൾ കയ്യിൽ നിന്ന് താഴെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ കംപ്ലീറ്റ് ഇതിലത്തെ കട്ടയൊക്കെ ഉടഞ്ഞു കിട്ടും. മാത്രമല്ല ഈ ജീരകത്തിൻ്റെയും അതേപോലെ തന്നെ എള്ളിൻ്റെയും നല്ല ഫ്ലേവറൊക്കെ നമ്മുടെ പൊടിയിലോട്ട് അങ്ങ് മിക്സ് ആയിക്കോളും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ചെറിയൊരു അളവായതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതേസമയം വലിയ അളവൊക്കെ ആണെങ്കിൽ 1 കിലോ 2 കിലോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം പിടിക്കും ഇതെല്ലാം മിക്സ് ആയി കിട്ടാൻ. മാത്രമല്ല നമുക്ക് അത് വറുത്തെടുക്കാൻ ഒരുപാട് സമയം വേണം. വലിയ ഉരുളി വേണം, അതിനുള്ള ചട്ടകം വേണം. പിന്നെ അതേപോലെ തന്നെ കണ്ടിന്യൂസ് ആയി ഇളക്കി വരുമ്പോഴേക്കും നമുക്ക് ഇപ്പോഴത്തെ കാലത്തെ പിള്ളേർക്ക് അതിനുള്ള ക്ഷമയില്ല, സ്ട്രെങ്ത്തും ഇല്ലാന്ന് എനിക്ക് തോന്നുന്നത്. എനിക്കില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇതേപോലെ ചെറിയ അളവിലാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ. നമുക്ക് അപ്പം ചെയ്യാൻ തോന്നും. അപ്പം അതുകൊണ്ട് ഇതേപോലെ 1 ഗ്ലാസ് ഒക്കെ എടുത്ത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ. ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ മാക്സിമം ഇതേപോലെ ചെയ്തതിൻ്റെ കട്ടകൾ ഉടച്ചു കൊടുക്കുക. അപ്പോൾ നാളികേരം നല്ല നാളികേരം ആയിരിക്കാൻ ശ്രദ്ധിക്കുക. ചിലർ ചോദിക്കും ഇത് നാളികേരം ഇല്ലെന്നുണ്ടെങ്കിൽ മറ്റേ ഡെസിക്കേറ്റഡ് കോക്കനട്ട് പറ്റുമോ? അതെനിക്കറിയില്ല, ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല. അതറിയാം, എനിക്ക് പറയാൻ പറ്റില്ല. ചെയ്യാൻ പറ്റുമായിരിക്കും, പക്ഷെ ഈ ഒരു ഫ്രഷ് ആയിട്ടുള്ള നാളികേരത്തിൻ്റെ ടേസ്റ്റ് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പില്ല കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് നാളികേരം ഫ്രഷ് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഫ്രഷ് വെച്ചിട്ട് ചെയ്ത് നോക്കൂ. നിവൃത്തിയില്ലെങ്കിൽ മാത്രം മറ്റേ കോക്കനട്ട് വെച്ച് ചെയ്യൂ കേട്ടോ. അപ്പോൾ മാക്സിമം ഞാൻ ഇതുപോലെ കട്ടകൾ ഉടച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു 1 മണിക്കൂർ നേരം തട്ടിപ്പൊത്തി വെക്കാന്ന് പറയും. ഒരു പാത്രത്തിലായാലും മതി കേട്ടോ, മുറത്തിൽ തന്നെ വേണമെന്നൊന്നുമില്ല. ഒരു പാത്രത്തിൽ അല്ലെങ്കിൽ മുറത്തിൽ എവിടെയാണ് നിങ്ങൾ ചെയ്യുന്നത് ഇതുപോലെ ഇങ്ങനെ തട്ടിപ്പൊത്തി വെക്കുക. തട്ടിപ്പൊത്തി വെച്ച് കഴിഞ്ഞാൽ ഇത് 1 മണിക്കൂറോളം ഇരുന്ന് അതിലെല്ലാം അങ്ങനെ ഫ്ലേവേഴ്സ് ഒക്കെ യോജിച്ചോളും. പിന്നെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ, ഉപ്പ് കറക്റ്റ് ആണോ നോക്കട്ടെ കേട്ടോ. ആവശ്യത്തിന് ഉപ്പുണ്ട്, ഇത് മതി. ഉപ്പ് കൂടി കഴിഞ്ഞാൽ നന്നായിട്ടുണ്ടാവില്ല. അപ്പൊ ഞാനിത് അടച്ചു വെക്കാൻ പോവാണ്. 1 മണിക്കൂറിന് ശേഷം നമുക്ക് ഇതങ്ങ് വറുത്തെടുക്കണം കേട്ടോ. ഇതാ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാനിങ്ങനെ തട്ടിപ്പൊത്തി വെച്ചിട്ടുണ്ടായിരുന്ന സംഭവം
ഇനി നമുക്ക് നന്നായിട്ട് വീണ്ടും നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കൈ കൊണ്ട് തന്നെ എടുക്കാം. കട്ടകളൊക്കെ ഉടച്ചു കൊടുക്കാം. അതിന് ശേഷം നമുക്കിനി പൂരപ്പൊടി വറുത്ത് തുടങ്ങാം. ഓക്കെ, അപ്പോൾ മൊത്തത്തിൽ കൈ കൊണ്ട് 2 കൈ കൊണ്ടോ 1 കൈ കൊണ്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ടകൾ ഉടച്ചു കൊടുത്തതിന് ശേഷം മാത്രം നമുക്ക് അടുപ്പത്ത് ഇടാൻ പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. നിങ്ങളുടെ അടുത്ത് വലിയ വൈഡായിട്ടുള്ള ഉരുളിയൊക്കെ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. പക്ഷെ എൻ്റെ അടുത്ത് ഇവിടെ ഇല്ലാത്ത കാരണം മാത്രമല്ല എൻ്റെ അടുപ്പിൽ അങ്ങനത്തെ ഉരുളിയൊന്നും വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ സാധാരണ വലിയൊരു പാനിലാണ് ചെയ്യുന്നത് കേട്ടോ. പൂരപ്പൊടി വറക്കാൻ തുടങ്ങാൻ വേണ്ടി കണ്ടൊരു വൈഡായിട്ടുള്ള പാത്രം ചൂടാക്കാൻ വെക്കുക. അതിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പം ഞാനൊരു മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് പതുക്കെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇത് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ കുറേ ദിവസങ്ങളോളം കേടുകൂടാതെ ഇരിക്കും. ഇപ്പോൾ സാധാരണ ഗൾഫിലേക്കൊക്കെ പോരുമ്പോൾ അമ്മമാരൊക്കെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ഡിഷസിൽ ഒന്നാണ് ഈ പൂരപ്പൊടി അല്ലേ. പൂരപ്പൊടി അതുപോലെ തന്നെ അച്ചാർ ഐറ്റംസ് അങ്ങനെയൊക്കെയാണ് സാധാരണ കൊടുത്തുവിടാറ്. അപ്പോൾ പൂരപ്പൊടി നമ്മളുടെ ഒരു നൊസ്റ്റാൾജിക് ഒരു ഡിഷാണ്. പഴയ കാലങ്ങളിലോട്ട് നമുക്ക് കൂട്ടിക്കൊണ്ട് പോകും. പഴയ കാലത്ത് ഈ പറഞ്ഞ പോലെ കൂട്ടായ്മയുടെ ഒരു ഭാഗമാണ് അല്ലേ. അമ്മമാരും അമ്മായിമാരും എല്ലാവരും അയൽവക്കക്കാരൊക്കെ ഇങ്ങനെ ഇരുന്ന് ഉണ്ടാക്കുന്ന ഒരു വിഭവങ്ങളിലൊന്നാണ് പൂരപ്പൊടി. എനിക്ക് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പൂരപ്പൊടിനെ ഒരുപാട് ഇഷ്ടപ്പെടാൻ കാരണം. ഇപ്പോൾ പൂയങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ എല്ലാ വീടുകളിലും പണ്ടത്തെ കാലത്താണെങ്കിൽ ഇപ്പോൾ എല്ലാ വീടുകളിലും ഉണ്ടാവുമായിരുന്നു ഇത്. അപ്പോൾ നിങ്ങൾ ചെറിയ അളവിലെങ്കിലും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇത് ആക്കി കൊടുക്കാൻ മറക്കരുത്. വേറെ ഒന്നുമില്ല ജോലി. കണ്ടിന്യൂസ് ആയി ഇളക്കുക. അങ്ങനെ വർത്താനൊക്കെ പറയുക. സീരിയലോ സിനിമയോ പാട്ടാ എന്താണെന്ന് വെച്ചാൽ കേക്ക് കാണുകയോ ചെയ്യുക. മീഡിയം ഫ്ലെയിമാണ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യേണ്ടത്. ഫ്ലെയിം കൂട്ടാനോ ഫ്ലെയിം കുറയ്ക്കാനോ പാടില്ല. ആ ഒരു ചെറിയൊരു ചൂടിൽ കിടന്നിട്ടാണ് നമുക്കിത് നന്നായിട്ട് അങ്ങ് ഫ്രൈ ആയി വരേണ്ടത്. പിന്നെ ചിലർ ചോദിക്കും 1 മണിക്കൂർ മാത്രം, 1 മണിക്കൂർ 2 മണിക്കൂറോ 3 മണിക്കൂറോ വരെ മാക്സിമം നമുക്കിത് എന്താ പറയുക അടച്ചു വെക്കാം. പക്ഷെ കൂടുതലായി കഴിഞ്ഞ് നാളികേരം ആയതുകൊണ്ട് വളിച്ചു പോകും. അതുകൊണ്ട് നിങ്ങൾക്കിപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അതങ്ങ് ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെച്ചാൽ മതി. അതിന് ശേഷം നിങ്ങൾക്ക് എപ്പോഴാണ് സൗകര്യം അപ്പോൾ ചെയ്യുക. പിന്നെ ഫ്രിഡ്ജിലാണെങ്കിൽ നാളികേരം താഴെ വെക്കുമ്പോൾ പെട്ടെന്ന് കേടായി പോകും. അതുകൊണ്ട് 2-3 മണിക്കൂർ കൂടുതലാണ് ഫ്രിഡ്ജിലും വെക്കാൻ പാടില്ല. അപ്പോഴേക്കും ഇതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. അതുകൊണ്ട് നിങ്ങൾക്ക് സൗകര്യമുള്ള സമയത്ത് മാത്രം ഇത് ചെയ്യുക. ജോലികളെല്ലാം കഴിച്ച് വെച്ചതിന് ശേഷം ഫ്രീ ഉള്ള ടൈമിൽ മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. പണ്ടത്തെ കാലത്ത് കൂട്ടുകുടുംബം ആകുമ്പോൾ ഓരോ വർത്താനൊക്കെ പറഞ്ഞ് ഓരോന്ന് ജോലി ചെയ്യുമ്പോൾ ഇതൊന്നും സമയം പോണത് അറിയില്ല. ഇപ്പം അതല്ലല്ലോ, അതാണ് പ്രശ്നം. ഇപ്പോൾ ഒരു 1/4 ഭാഗത്തോളം ആയിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു നല്ല മണമൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനിതിലിട്ടിരിക്കുന്ന ജീരകവും അതുപോലെ തന്നെ എള്ളും വറക്കാത്തതാണ്, വെറുതെ ഇട്ടേക്കുന്നതാണ്. ഇതിൽ തന്നെ കിടന്ന് നന്നായിട്ട് അങ്ങ് ഫ്രൈ ആയിക്കോളും കേട്ടോ. നമ്മുടെ പൂരപ്പൊടി 1/2 ഭാഗം ആയിട്ടുണ്ട് കേട്ടോ. ഇനിയും ഉണ്ട് പകുതി ആവാൻ. നമ്മൾ നാട്ടിലൊക്കെ ആണെങ്കിൽ വിറകടുപ്പത്തൊക്കെയാണ് ഇത് ചെയ്യുക. സാധാരണ രീതിയിൽ വിറകൊക്കെ കൂട്ടി അതുപോലെ ഉരുളിയിലൊക്കെ വെച്ച് ചെയ്യുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ്. പക്ഷേ നമുക്കിപ്പോൾ വിറകടുപ്പില്ല. വിറകടുപ്പിൽ ചെയ്യാൻ പറ്റുന്നവർ ചെയ്തോളൂ കേട്ടോ. സഹായികളൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ഷെയ്ഡൊക്കെ ചെറുതായിട്ട് മാറാൻ തുടങ്ങിയിട്ടുണ്ട്. ചെറിയൊരു ഗോൾഡൻ കളർ വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സൂക്ഷിക്കണം. ഇനിയാണ് എപ്പോഴും സൂക്ഷിക്കേണ്ടത്. നമ്മൾ കണ്ടിന്യൂസ് ആയി ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. മറ്റേതുപോലെ നമുക്ക് ലാഘവത്തോടു കൂടി ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും ഇതിൻ്റെ ഷെയ്ഡ് മാറാം. ഇതിൻ്റെ കറക്റ്റ് പരുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഇങ്ങനെ നല്ലൊരു ക്രിസ്പി ആയിട്ടിരിക്കും. പിന്നെ കിലുങ്ങുന്നു എന്ന് പറയും നമ്മൾ. പ്ലേറ്റിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒരു കിലുങ്ങുന്ന പോലത്തെ ഒരു സൗണ്ട് കേൾക്കും. അതാണ് അതിൻ്റെ പരുവം. പിന്നെ നല്ലൊരു സ്മെല്ലും വരാൻ തുടങ്ങും. ചെറുതായിട്ട് താഴെയൊക്കെ നല്ല ഗോൾഡൻ കളർ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ അപ്പം അതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ. മറക്കരുതേ. അപ്പോൾ നല്ലൊരു ഗോൾഡൻ കളർ വരുന്ന സമയത്ത് നമുക്കങ്ങ് ഓഫ് ചെയ്യണം. ജീരകത്തിൻ്റെയും എള്ളിൻ്റെയൊക്കെ നല്ല മണവും അതുപോലെ തന്നെ അതിൽ ചേർത്തിരിക്കുന്ന തേങ്ങയും ഒക്കെ നന്നായിട്ട് ഫ്രൈ ആയി വരുന്ന സ്മെല്ലിങ്ങനെ വരുമ്പോണ്ടല്ലോ നാട് ഓർത്തു പോകുന്നു. നാട്ടിൽ നിൽക്കുന്ന ഒരു പ്രതീതിയാണ് എനിക്കിപ്പോൾ. നമ്മുടെ പൂരപ്പൊടിയുടെ കളറ് നന്നായിട്ട് മാറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ശരിക്കും നല്ല സ്മെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി സ്മെല്ലാണ് ഇവിടെ. ഇപ്പോൾ അപ്പുറത്തെ വീട്ടിലെ ആൾക്കാരൊക്കെ വരുമോ എന്ന് എനിക്കൊരു സംശയമായിട്ടുണ്ട്. അതുപോലെയാണ് ഇപ്പോൾ നമ്മുടെ പൂരപ്പൊടിയുടെ മണം. പൂരം വരുന്നു പോലെ ഒരു ഫീലിംഗ്. ആന അപ്പുറത്തുണ്ടോ എന്നൊരു സംശയമുണ്ട്. ആനക്കുട്ടന്മാരും അമ്പാരി ചെണ്ടമേളവും ഒക്കെ ഓർമ്മ വരും അല്ലേ നമ്മൾ പൂരപ്പൊടിയുടെ മണം. പൂരപ്പൊടിയൊക്കെ കാണുമ്പോൾ ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് അന്യം നിന്ന് പോയിട്ടുള്ളൊരു പലഹാരം എന്തായാലും പറയാം. ഒന്നാണിത്. മതിയാക്കാൻ പോകണം കേട്ടോ ഞാൻ. അപ്പോൾ ഈ ഒരു കളറാണ് ഇപ്പോൾ ക്യാമറയിൽ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോയെന്ന് അറിയില്ല. നല്ലൊരു ഗോൾഡൻ കളറ് ആണ് അതിൻ്റെ കളർ എന്ന് പറയുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നല്ല ചൂടാണ് കേട്ടോ. പിടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സൗണ്ട് കൈവിളി പിടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ നല്ലൊരു മുരാന്നായിട്ടിരിക്കണം. ഒരു നല്ല ക്രിസ്പി ആയിട്ടിരിക്കണം. അതാണ് അതിൻ്റെ അത്. ഞാൻ ഓഫ് ചെയ്യാണ്. നല്ല അടിപൊളിയായിട്ടുണ്ട്. ഞാൻ എന്നിട്ട് വേറൊരു പാത്രത്തിലോട്ട് ഇപ്പോൾ തന്നെ മാറ്റാൻ പോവുകയാണ്. അല്ലെങ്കിൽ ഇരുന്ന് ചുവന്ന കളറാവും. അത് പാടില്ല. ഇത് റെഡിയായി കിട്ടാൻ നമുക്കൊരു 30 മിനിറ്റാണ് വേണ്ടി വന്നത് കേട്ടോ. കറക്റ്റ് ഈ പരിവായിട്ട് വരാൻ. ഓക്കെ, ഓഫ് ചെയ്തു. അടുപ്പത്തിൽ നിന്ന് മാറ്റാം. വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയതിന് ശേഷം ഞാൻ കാണിച്ചു തരാം കറക്റ്റ് കളർ കേട്ടോ.
അങ്ങനെ നമ്മുടെ പൂരപ്പൊടി ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റി. സൗണ്ട് കേട്ടാ? അതേപോലെ തൊടുമ്പോൾ നമുക്ക് ആ ക്രിസ്പി ഫീലിംഗ് വരണം, സൗണ്ടും വരണം. അതാണ് ഇതിന്റെ പരുവം. പിന്നെ ഈ ഒരു ഗോൾഡൻ കളറും വരണം. അടപ്പത്തുനിന്ന് വേറെ പാത്രത്തിലോട്ട് മാറ്റാൻ മറക്കരുത്. അപ്പൊ ഇത്രയുള്ള പരിപാടി നമ്മുടെ പ്രിയപ്പെട്ട പൂരപ്പൊടി ജാൻ വരുമ്പോൾ കൊടുക്കണം. പിള്ളേർക്കും കൊടുത്ത് നോക്കണം, ഇഷ്ടപ്പെടുമെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. അതിനുശേഷം അഭിപ്രായം എന്നോട് പറയാൻ മറക്കരുത്. ഇത്രയും ചെറിയ ഒരു ക്വാണ്ടിറ്റിയിൽ നിങ്ങൾ ചെയ്ത് നോക്കൂ. പിന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കുറച്ചും കൂടി കൂടുതലധികം ചെയ്യാം. ഇതിപ്പോൾ നമുക്ക് അറിയതിന് ശേഷം അടച്ചുറപ്പുള്ള ഒരു പാത്രത്തിൽ നമുക്ക് സൂക്ഷിച്ചു വെക്കാം. എത്ര ദിവസം വേണമെങ്കിൽ സൂക്ഷിക്കാം, കേടാവില്ല. ഇപ്പോൾ ഓഫീസിൽ നിന്നൊക്കെ വരുമ്പോൾ ഇതുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു പഴവും പഞ്ചസാരയും കൂടി കൂട്ടി കുഴച്ച് കഴിക്കാം. ഇത് കഴിച്ചു കഴിഞ്ഞാൽ കുറേ കഴിഞ്ഞിട്ട് നമുക്ക് വിശക്കുള്ളൂ. 4 മണിക്ക് കഴിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഡിന്നർ കഴിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. പൂരപ്പൊടി അങ്ങനെ ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി കണ്ട് പുറത്ത് ഞാൻ വെച്ചതാണ്. അപ്പോൾ നിങ്ങൾക്കൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പൂരപ്പൊടി ഇതേ പഴവും പഞ്ചസാരയും ഒക്കെ ഇട്ടത് പിടിപിടിക്കാൻ പോവാണ് ഞാൻ എന്തായാലും കുഴച്ചൊന്നും കാണിച്ചിരുന്നില്ല. ഇനി ഞാൻ കാണിച്ചൊന്നും നിങ്ങൾക്ക് കൊതിയൊന്നും വരണ്ട. അപ്പോൾ നിങ്ങൾ എന്തായാലും വേഗം തന്നെ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കും ഇതുപോലെ തന്നെ പഴവും പഞ്ചസാരയും കൂട്ടി കഴിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് കഴിക്കാൻ ഇഷ്ടം അതുപോലെ കഴിച്ചോളൂ. അപ്പോൾ അടുത്ത അടിപൊളി റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. എൻ്റെ അച്ഛൻ്റെ ഭയങ്കര പ്രിയപ്പെട്ടതാണ് സംഭവം അവലോസ് പൊടി. എന്തു കാണിക്കുന്നത്? ഇവിടെ പഴം മുന്നിട്ട് വെക്കുന്നുണ്ടെന്ന് മാത്രം. പക്ഷെ എന്റെ കളറൊക്കെ നല്ലോണം മാറി. പപ്പടം വേണം. വീണ പറയണ പോലെ ഡിവൈൻ എന്നൊന്നും പറയാൻ പറ്റില്ലെങ്കിലും കുഴപ്പമില്ല. ഇപ്പൊ ഡിവൈൻ എന്ന് പറയും. എനിക്ക് പക്ഷെ നേന്ത്രപ്പഴം ഇഷ്ടമല്ല. എനിക്ക് ചെറിയ പഴം ഇഷ്ടം. ചെറിയ പുളി കൊള്ളാം.